പ്രൈസ് ദ ലോർഡ്. ക്രൈസ്റ്റ് ഇൻ മീ ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ അമ്മ ഒരു സാക്ഷ്യം എന്നോട് മമ്മിയുടെ ഡെലിവറി സംബന്ധിച്ച് ഉള്ള സമയത്തെ ഒരു അനുഭവം പറഞ്ഞു. പ്രത്യേകിച്ച് എന്നെ ഡെലിവർ ചെയ്യാനായിട്ട് വന്ന സമയത്ത് സംഭവിച്ച ഒരു കാര്യം. ഡോക്ടേഴ്സ് ആ സമയത്ത് ഇല്ലായിരുന്നു സ്ഥലത്ത്. കാരണം അവരൊക്കെ വിചാരിച്ചു ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ടല്ലോ ഡെലിവറിക്ക്, അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ഇല്ല എന്ന് വിചാരിച്ച് അവർ ആ സ്ഥലത്തില്ലായിരുന്നു. അവരെവിടെയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ കാര്യത്തിന് പോയേക്കുമായിരുന്നു. അതുപോലെ മമ്മിയുടെ കൂടെ വീട്ടിൽ നിന്ന് വന്ന ആ ഒരു അറ്റൻഡർ, എനിക്ക് തോന്നുന്നു മമ്മിയുടെ സിസ്റ്ററാണെന്ന്, എനിക്ക് അത്രയും ഓർമ്മയില്ല. ഞാൻ 7th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോഴേ മമ്മി എന്നോട് ഈ കാര്യം പറയുന്നത്. അപ്പം ആ അറ്റൻഡറും ആ സമയത്ത് പോയി. എന്നിട്ട് പറഞ്ഞ് ഞാൻ അടുത്ത ദിവസം രാവിലെ ഇനി വന്നേക്കാമെന്ന് പറഞ്ഞ് തലേ ദിവസം വൈകിട്ടായപ്പം പോയായിരുന്നു. ആ ഒരു വൈകിട്ടത്തെ സമയം അല്ലെ രാത്രി സമയമാണ് പതുക്കെ ഈ ലേബർ പെയിൻ തുടങ്ങുന്നതും. പിന്നെ അത് ഇങ്ങനെ ഒരു നേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കാൻ. കാരണം ആർക്കും ഒരു അർജൻസി ഇല്ലാഞ്ഞ ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടേഴ്സൊക്കെ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. എന്നിട്ട് ഈ നേഴ്സ് ഒരിക്കലും ഇതുപോലെ ഒരു കാര്യം ചെയ്തിട്ട് പോലും ഇല്ല. ഈ ഡെലിവറി സംബന്ധിച്ചുള്ള യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു നേഴ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് നോക്കിയപ്പം മമ്മിക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഡെലിവറി ആയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞ് ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗം വരെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അവിടെ പെട്ടെന്ന് നടന്നു. എന്നിട്ട് ഒത്തിരി പിന്നെ പിന്നെ അതങ്ങ് സ്റ്റക്കായി പോയ പോലെ, പിന്നെ മുമ്പോട്ടുള്ളൊരു മൂവ്മെൻ്റ് ഇല്ല. അതുപോലെയുള്ള ഒരു അവസ്ഥ വന്നു. അന്നേരം ഒക്കെ ആ നേഴ്സ് ചിന്തിച്ചു, എന്നാൽ ഈ കത്തിയെടുത്തുന്ന കുഞ്ഞിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. കാരണം മമ്മിക്ക് പിന്നെ വേറെ ഒരു കുഞ്ഞുണ്ടല്ലോ, ലൈക്ക് ആദ്യത്തെ ഒരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് ഉള്ള ഒരു ചിന്ത വന്ന് കത്തിയെടുത്ത് കട്ട് ചെയ്യാനായിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ കത്തിയും കൊണ്ട് വന്നു. പക്ഷേങ്കിൽ അവർക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്ന, അങ്ങോട്ട് ചെയ്യാനുള്ളൊരു തോന്നുന്നില്ല. അങ്ങനെ വന്ന് മമ്മി എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 91 ഉറക്കെ പറയാൻ തുടങ്ങി. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് കൊണ്ടിരുന്നപ്പം ആ ഒരു റൂം മൊത്തവും ഈ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് ആ നേഴ്സിനാണേലും അവർ പറഞ്ഞു ദൈവത്തിൻ്റെ സാന്നിധ്യം അതുപോലെ ആ റൂമിലങ്ങ് വന്നു. അവരൊരിക്കലും ചെയ്യാത്ത ഒരു കാര്യം, അവർ ആ കുഞ്ഞിൻ്റെ അടുക്കിലോട്ട് വന്ന് ആ കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. ആ കുഞ്ഞിന് അത്ഭുതകരമായ രീതിയിൽ അങ്ങ് ഇറങ്ങി വന്നു. അല്ല വലിയൊരു പാടുപെട്ടൊന്നുമല്ല, എന്തുവേലും അവർ ചെയ്തുകൊണ്ടൊന്നുമല്ല, ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇറങ്ങി വന്നെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ഒത്തു. അപ്പോഴത്തേന് അവർ നേരത്തെ തന്നെ ഇത് സംഭവിക്കാൻ തുടങ്ങിയപ്പം തന്നെ അവർ ഡോക്ടേഴ്സിനെ ഫോൺ ചെയ്ത് അറിയിച്ചതായിരുന്നു. അവരങ്ങ് സ്ഥലത്തെത്തി ഈ ഡെലിവറി കഴിഞ്ഞപ്പം. അപ്പം വലിയൊരു ബേബിയാണ്, അതുകൊണ്ടായി ഇതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് അവർ പറഞ്ഞു. 5 kilos ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുഷ്പഗിരിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തല്ലോ എന്നും പറഞ്ഞ് ചില തമാശയൊക്കെ പറഞ്ഞ് ഈ കാര്യത്തിലൊക്കെ കുഴപ്പമൊന്നും ഇല്ലാതെ ഡെലിവറിയൊക്കെ നടന്നുകൊണ്ട് അവർ ഓരോരുത്തരും ഇങ്ങനെ ഓരോ തമാശ പറയുമായിരുന്നു. മമ്മി പറയുമായിരുന്നു, ഒരാൾ പറഞ്ഞു എന്തോ ഇനി ഒരു സ്കൂൾ ബാഗ് കൂടെ വാങ്ങിച്ചു കൊടുത്താൽ ഇനി സ്കൂളിലും വിടാം. കാരണം എന്താ പറഞ്ഞാൽ ആ ബേബി കണ്ണ് തുറന്ന് എല്ലാവരെയും അങ്ങ് നോക്കുക. കാരണം സാധാരണ പിള്ളേരുടെ കൂട്ടി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ഒത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ മമ്മി പറയുമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു,
ആ സമയത്ത് ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, ഈ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ ഉണ്ട്. എങ്ങനെയാ ദൈവം നമ്മുടെ നമ്മളെ ഈ ബോംബിനകത്ത് കിടക്കും ഉദരത്തിലായിരിക്കുമ്പം തന്നെ ദൈവം നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ്. അത് പൗലോസ് പറയുന്ന ലോകസ്ഥാപനം മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ ദൈവം പൂർണ്ണമായിട്ടും അറിയുന്നു. നമ്മുടെ ഓരോരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ എല്ലാം തുറന്ന് വളരെ ഓപ്പണായിട്ട് ദൈവം നമ്മളെ നോക്കുന്നു, കാണുന്നു, ശ്രദ്ധിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ ആ രക്ഷ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുവാൻ കിട്ടിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൂർണ്ണമായിട്ടും ദൈവനാമം മഹത്വം എടുക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ.